എൻ്റെ ജീവിതത്തിൽ നിറയെ കുറേയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളുണ്ടായി. അതിന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വൈഫിനെയും കൊച്ചിനെയും കൂടി ഞാൻ വരികയും എനിക്ക് 5 മണിക്ക് സമയം കിട്ടിയ, പക്ഷെ അന്ന് കുഞ്ഞു കൊച്ചുണ്ടായതുകൊണ്ടും കോവിഡിൻ്റെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചുപോയി. പക്ഷെ അന്ന് മുതൽ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരണം, സാക്ഷ്യം പറയണമെന്നുള്ളത്. ഇന്ന് വൈഫിൻ്റെ കൂടെ ഇല്ല, കാരണം പുള്ളിക്കാരി ഇപ്പോൾ UK-യിലാണ്. ഒത്തിരി അനുഗ്രഹം മാതാവ് തന്നു. ഇതിലാദ്യമായിട്ട് ഞാൻ പറയുന്നു, 2012 എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഞങ്ങൾ പോത്താനിക്കാടായിരുന്ന സമയത്തെ ഞങ്ങൾ 2 പേരും നേഴ്സസ് ആയിരുന്നു. പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിച്ചു. IELTS എല്ലാം പല കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിച്ചു. പക്ഷെ എന്ത് ചെയ്താൽ നടക്കുന്നില്ല. ആ സമയത്ത് കാനഡയിലെ നേഴ്സുമാർക്ക് ഒത്തിരി ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കാനഡ ശ്രമിച്ചു, നടന്നില്ല. സിംഗപ്പൂർ ഒരു ചാൻസ് വന്നു, അതും അവസാന നിമിഷം തള്ളിപ്പോയി. അങ്ങനെ യാദൃശ്യമായിട്ട് ഞങ്ങൾ ദുബായിൽ എത്തിപ്പെട്ടു. 2013 വൈഫിന് ആദ്യമായിട്ട് ദുബായിൽ ഗവൺമെൻറ്റിൽ ജോലി കിട്ടുമെന്ന് കരുതി ചെന്നു. അതും നടക്കാതെ വന്നു. പുള്ളിക്കാരി സ്വന്തമായിട്ട് പഠിച്ച് എക്സാം എഴുതി പാസ്സായി തിരിച്ചുപോയി. 2750 ദിർഹംസിന് ആദ്യമേ ജോലി കിട്ടി. അതിനുശേഷം അന്നു മുതലേ ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങൾ ദുബായിലുണ്ടായി. 7 വർഷക്കാലം ഞാൻ പല ജോലികൾ മാറി നോക്കി, എന്നിട്ടും പുരോഗതിയില്ല. ഇടയ്ക്ക് സഹോദരിയുടെ സ്വന്തം അനീതി മരിച്ച് വിസ തീരുന്നതിൻ്റെ തലേ ദിവസം പുള്ളിക്കാരിയുടെ അനീതി മരിച്ചു. അവിടെ നിന്നാലേ വിസ പുതുക്കാൻ പറ്റുള്ളൂ, നാട്ടിൽ വരാതിരിക്കാൻ പറ്റില്ല. അവസാനം എല്ലാം ഇട്ടേച്ച് നാട്ടിൽ വന്നു. വീണ്ടും തിരിച്ചുപോയി വിസ അടിക്കാനായിട്ട് ശ്രമിച്ചു. ഒത്തിരി തടസ്സങ്ങൾ. അങ്ങനെ ഞാൻ ഈ താണ് കൃപാസനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ മാതാവിൻ്റെ മുമ്പിലെല്ലാം പ്രാർത്ഥിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി ജീവിതങ്ങൾ. ഒത്തിരി ബാങ്കിലെ ലോണും കാര്യങ്ങളെല്ലാമായി. കൃപാസനത്തിൽ വന്നപ്പോഴും ഞാൻ ഉടമ്പടിയിൽ ആദ്യമേ പറഞ്ഞത്, മാതാവേ എനിക്ക് വിദേശ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമുണ്ട്, നീ നടത്തി തരണമേ എന്നാണ്. അതുപോലെ കാനഡ PR കൊടുത്തിരിക്കുന്നു, അത് ഏതെങ്കിലും ഒന്ന് നടത്തി തരണമേ എന്നാണ്. അങ്ങനെ നവംബറിൽ എനിക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഈസ്റ്ററിൻ്റെ അന്ന് കോവിഡ് പോസിറ്റീവായി. അന്ന് നാട്ടിലെല്ലാം കോവിഡ് തുടങ്ങുന്നേ ഉള്ളൂ. ദുബായിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് കോവിഡ് പോസിറ്റീവായപ്പോൾ എല്ലാവരും പേടിച്ചുപോയി. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിൽ അച്ഛൻ്റെ യൂട്യൂബ് ചാനലുകൾ കൂടുതൽ കാണാൻ തുടങ്ങി. കാരണം ഞാൻ റൂമിൽ തന്നെയാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റാണ്. എൻ്റെ വൈഫും ഉണ്ട്, കൊച്ചുമുണ്ട്. ഇവർക്ക് 2 പേർക്കും കോവിഡ് പോസിറ്റീവ് ആവാതെ കൃപാസന മാതാവ് ആ സമയത്ത് അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ കാത്തു. വലിയൊരു അത്ഭുതമാവും. കാരണം ഒരു ബാത്റൂമിൽ ഞാൻ കുളിക്കുന്നു, ബാത്റൂമിൽ പോകുന്നെല്ലാം ഈ കോവിഡ് പോസിറ്റീവായിട്ട് ആ ബാത്റൂമിലാണ്. പക്ഷേ എന്നിട്ടും എനിക്കോ വൈഫിനോ കൊച്ചിനോ കോവിഡ് പോസിറ്റീവായില്ല. അങ്ങനെ മുന്നോട്ട് പോയി. കൂടുതലായിട്ട് ഞാൻ കുർബാന കാണാനെല്ലാം തുടങ്ങി. എന്നിട്ടും എനിക്ക് ദുബായിൽ അങ്ങോട്ട് സെറ്റാവുന്നില്ല. കഴിഞ്ഞ നവംബറിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്നും പ്രാർത്ഥനയെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചെല്ലും. ഒരു തീരുമാനം എടുത്തു, നമുക്ക് നിർത്തി പോരാം. എന്തെങ്കിലും അവിടെ ആരുടെ അടുത്തും പറഞ്ഞില്ല. ഞാനും വൈഫും മാത്രം തീരുമാനം എടുത്ത് നാട്ടിൽ പോന്നു.